നമസ്കാരം. ഭാവിയുടെ വാഗ്ദാനങ്ങളാണ് നാം കുട്ടികൾ. എന്നാൽ പ്രലോഭനങ്ങളിൽപ്പെട്ട് നിമിഷ നേരത്തിനു വേണ്ടിയുള്ള സുഖത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ ഒരു ഭ്രാന്തനായി കോമാളിയായി ലഹരിക്ക് അടിമപ്പെട്ട് ആത്മാഭിമാനം വരെ പണയപ്പെടുത്തി ജീവിക്കണോ വേണ്ടയോ എന്ന തീരുമാനം നമ്മുടേതാണ്. രസത്തിനു വേണ്ടിയുള്ള തുടക്കം വാശിക്കോ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാനോ സങ്കടമോ നിരാശയോ ഒറ്റപ്പെടലോ അവഗണനയോ അങ്ങനെ എന്തുമാകട്ടെ അതിനെയെല്ലാം പൊരുതി വിജയം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ ലഹരി എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. മയക്കുമരുന്നിനും ലഹരിക്കും അടിമപ്പെടുമ്പോൾ ശാരീരികവും മാനസികവുമായ പല ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മെ വേട്ടയാടുന്നു. ഉറക്കക്കുറവ്, ക്യാൻസർ, സിറോസിസ് എന്നിവ അവയിൽ ചിലത് മാത്രമാണ്. തലച്ചോറിന് വരെ സാരമായി ബാധിക്കുന്നു. സ്വഭാവ ദൂഷ്യത്തിലേക്കും ആസക്തിയിലേക്കും നമ്മെ നയിക്കുന്നു. ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന സ്വാസ്ഥ്യങ്ങൾ വാക്കുകൾക്കും അപ്പുറമാണ്. അത് ഒരു തരം പൈശാചിക വിഭ്രാന്തിയിലേക്ക് നമ്മെ നയിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവനെ തന്നെ ഭീഷണിയാകുന്നു. നമുക്ക് മാത്രമല്ല, നമ്മെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മുടെ സമാജത്തിനും സമൂഹത്തിനും വരെ ഭാരമായി തീരുന്നു. ലഹരിയുടെ നീരാളി കൈകളിൽ പെട്ട ശേഷം പിന്നീടൊരു തിരിച്ചുവരവ് നമുക്ക് ഊഹിക്കാൻ കൂടി സാധിക്കുന്നതല്ല. സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന ഈ മഹാവിപത്തിനെ ഈ സമൂഹത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യാൻ നമുക്കേവർക്കും കൈകോർത്ത് ഒത്തുനിന്ന് പ്രയത്നിക്കാം. ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിലും ലഹരി തൻ്റെ ജീവിതത്തിന്റെ ഭാഗമാക്കില്ല എന്ന ശപഥമെടുക്കാം. അതിനായി പ്രയത്നിക്കാം. ലഹരിക്കിരയായി ബുദ്ധിയും വിവേകവും നഷ്ടപ്പെട്ട് സ്വബോധമില്ലാതെ ചുറ്റും നശിപ്പിച്ച് സ്വയം നശിച്ച് ജീവിതം എന്ന അമൂല്യ നിധിയെ അമൂല്യ സമ്പത്തിനെ പാഴാക്കരുത് എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.